ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. മിനു മുനീർ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അവർ എത്ര കാലം സിനിമയിൽ സജീവമായിരുന്നയാളാണ്. ഇതിനിടയിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്കടക്കം മൊഴി കൊടുക്കാൻ തയ്യാറായവരിൽ ഒരാളാണോ മിനു മുനീർ? എന്തൊക്കെയാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്? സുജയ, കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു വരുന്ന ഒരു നടിയാണ് മിനു മുനീർ. ഈ കഴിഞ്ഞ ഒരു 16 വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ അനുഭവം അവർക്കുണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത്. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയതായിരുന്നു. അവിടെ വാഷ്റൂമിൽ നിന്ന് വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ജയസൂര്യ ഇത്തരത്തിൽ കയറിപ്പിടിക്കുകയും ഇത്തരത്തിൽ മോശമായി പെരുമാറുകയും ചെയ്തത്. അത് മാത്രവുമല്ല, അതിനുശേഷവും ഇത്തരത്തിലുള്ള നിരവധി നടന്മാരടക്കം മോശമായി പെരുമാറിയെന്ന് മിനു മുനീർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. 2013 കൂടിയാണ് ഇത്തരത്തിൽ AMMA എന്ന സംഘടനയിൽ അംഗത്വത്തിന് വേണ്ടി അവർ ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായി ഇടവേള ബാബുവിനെ അവർ കോൺടാക്ട് ചെയ്തു. ഇടവേള ബാബു തന്റെ ഫ്ളാറ്റിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ ഫ്ളാറ്റിലേക്ക് വന്ന ശേഷം ഇതിന്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫോം ഫില്ല് ചെയ്തതിനിടയിൽ ഇടവേള ബാബുവും ഇവരോട് മോശമായി പെരുമാറി എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, നടൻ മുകേഷും ഇതേ സമാനമായ രീതിയിൽ പെരുമാറി. ഫോണിലൂടെയും നേരിട്ടും അവരോട് മോശമായി പെരുമാറി എന്നാണ് പറയുന്നത്. AMMA എന്ന സംഘടനയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ സഹകരിക്കണം എന്ന് തന്നെ മുകേഷ് പറഞ്ഞു എന്നും മിനു മുനീർ പറയുന്നുണ്ട്. മാത്രവുമല്ല, മണിയമ്പിള്ള രാജു എന്ന നടനും ഇത്തരത്തിൽ മോശമായി പെരുമാറി എന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ മിനു മുനീറിന്റെ കാറിലാണ് മണിയമ്പിള്ള രാജു സഞ്ചരിച്ചത്. ഈ കാറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയത് എന്നാണ് മിനു മുനീർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയോ എന്ന കാര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് മണിയമ്പിള്ള രാജുവിൽ നിന്നുണ്ടായ ദുരനുഭവം അന്ന് തന്നെ നടിയായ ഗായത്രി വർഷയോട് ഇവർ പറഞ്ഞിരുന്നു. ഇക്കാര്യം പങ്കുവച്ചിരുന്നു. ഇക്കാര്യം ഗായത്രി വർഷ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം അടക്കം രൂപീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ നടിമാരും കൂടുതൽ സ്ത്രീകളും ഇത്തരത്തിലുള്ള പരാതികളുമായി പുറത്തേക്ക് വരാൻ രംഗത്ത് വരാൻ തയ്യാറാകുന്നത്. എന്തായാലും മിനു മുനീർ എന്ന നടി പോലീസിൽ പരാതി നൽകാൻ തന്നെ ഒരുങ്ങുകയാണ്. ഓക്കെ, പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാകുകയാണ്. കൂടുതൽ പേർക്കെതിരെ ആരോപണം ഉന്നയിച്ച മിനു മുനീർ എന്ന